പറയുന്നത് നടക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് പിണറായി എന്ന പേര്. ഗോവിന്ദ ഗോവിന്ദ പോയല്ലോ ഗോവിന്ദ, കണ്ണൂര് സഹിതം പോയല്ലോ. എന്തൊക്കെയായിരുന്നു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. ഇപ്പോ ഇന്ത്യയിൽ എവിടെയായിട്ട് വരും കേരളമെന്ന് സഖാക്കന്മാരോട് ചോദിക്കേണ്ട അവസ്ഥയാ. അവിടെ പാലുകാച്ച് ഇവിടെ കല്യാണം എന്ന് പറയുന്നത് പോലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി AKG സെന്ററിൽ ഇരുന്ന് ഗോവിന്ദൻ മാഷ് കണ്ണീർ പൊഴിക്കുമ്പോൾ DJ ഒക്കെ ഇട്ട് KPCC ആസ്ഥാനത്ത് ആവേശം കൊള്ളുകയല്ലായിരുന്നു സതീശന്. 20-ൽ 20 ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് കേരളം ചുവക്കുമെന്ന് വിശ്വസിച്ചിരുന്ന സഖാക്കന്മാർ പതുക്കെ എക്സിറ്റ് പോൾ ഫലം വന്നപ്പോഴേക്കും 12 12 അത് ഞങ്ങൾ നേടിയേക്കുമെന്നായി. ഒടുവിൽ 1 കൂപ്പുകുത്തിയപ്പോൾ കനൽ തരി 1 തന്നെ ധാരാളമെന്നായി. വായി നാക്കുണ്ടായതുകൊണ്ട് പറയാൻ വാക്കുകൾക്കാണോ പഞ്ഞം. എന്തായാലും ഈ മഹത് വിജയത്തിൽ താത്വികമായ ഒരു അവലോകനം സത്യത്തിൽ നമുക്കിപ്പോൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. പിന്നെ അസാധാരണമായൊരു വിധി എന്നും പറഞ്ഞ് ഞങ്ങളെ ആരും പുച്ഛിക്കേണ്ട, ഇതിനു മുൻപും ഇങ്ങനൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നാണ് ഇടതിലെ പല പ്രമുഖ നേതാക്കളും പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശീയ തലത്തിലൊരു വലിയ മാറ്റമുണ്ടായപ്പോൾ കേരളത്തിൽ അന്ന് 20-ൽ 20 ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അസാധാരണമായിട്ടുള്ള ഒരു വിധിയാണ് എന്നല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായതുപോലെ തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിലെ വിധിയെ ഞങ്ങൾ ആഴത്തിൽ പരിശോധിച്ചു, വിശകലനം നടത്തി, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി, അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തോടെ തിരിച്ചു വന്നു. അപ്പോൾ ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെ സ്വാഭാവികമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, ആ താത്വികമായ അവലോകനം വേണമെന്നാണ് നേതാക്കളുടെയും അഭിപ്രായം. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി കേരളത്തിൽ ഇന്ത്യയില്ലെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ നല്ല വിഷമുണ്ട്. എന്തായാലും ചിലത് ചീഞ്ഞാലേ ചിലതിന് വളമാകുള്ളൂ എന്ന് പറയുന്നത് പോലെ ചുവന്ന സൂര്യൻ ചെറിയൊരു തീക്കനലായി മാറിയപ്പോൾ അത് താമരയ്ക്ക് ഒരു അനുഗ്രഹമായി മാറി. ട്രോളി ട്രോളി കാല് വാരി ഒടുവിൽ ആ തൃശ്ശൂരങ്ങ് എടുത്തില്ലേ പുള്ളി. താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒട്ടാകെ തൃശ്ശൂരിലേക്ക് നോക്കുന്ന കാഴ്ചയായിരുന്നു സത്യത്തിൽ കണ്ടത്. ബിഗ് ബ്രദറിനും സഹപ്രവർത്തകനും പാർട്ടി പോലും നോക്കാതെ ആശംസകളുമായി പ്രിയ താരങ്ങളെല്ലാം തന്നെ എത്തിയിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ അല്പമൊക്കെ അഭിനയവും അതിലുപരി രാഷ്ട്രീയവും കൊണ്ടു നടക്കുന്ന ഉണ്ണിത്താൻ മാഷിന് അതത്ര സുഖിച്ചില്ല. അത്രയ്ക്കൊന്നും വേണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്ക്. BJP അക്കൗണ്ട് തുറന്നു എന്ന് നിങ്ങൾ ആരോടും പറയരുത്. കാരണം ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചു, അദ്ദേഹം ദയനീയമായി തോറ്റു. BJPയുടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിച്ചു, അദ്ദേഹം ദയനീയമായി തോറ്റു. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നു. വോട്ട് എണ്ണി കഴിയുമ്പോൾ 8 നിലയ്ക്ക് പൊട്ടും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവരുടെ ഏറ്റവും വലിയ നേതാവല്ലേ ശോഭാ സുരേന്ദ്രൻ, അവർ തോറ്റു. അത് കഴിഞ്ഞാൽ MG രമേശ്, അദ്ദേഹം തോറ്റു. അപ്പോൾ BJPയിലൂടെ വളർന്ന് പന്തലിച്ച് നിന്ന് ഇപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ഒരാളാണ് അനിൽ ആൻ്റണി, അയാൾ തോറ്റു. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായല്ലോ. ഇത് സുരേഷ് ഗോപി പണ്ട് SFI ആയിരുന്നു, പിന്നെ കോൺഗ്രസ് ആയിരുന്നു, പിന്നെ BJP ചേർന്നു. ഇന്ന് അദ്ദേഹം BJP ആണെങ്കിലും അദ്ദേഹം ഭരത് അവാർഡ് നേടിയ ഒരു കലാകാരനാണ്. നാളെ മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. നാളെ മമ്മൂട്ടി മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും, എവിടെ മത്സരിച്ചാലും. മോഹൻലാലിൻ്റെ രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കും. പക്ഷേ ഏത് പാർട്ടിയിൽ ഏത് പ്രത്യയശാസ്ത്രത്തിലാണോ പിന്നെ മമ്മൂട്ടി വിശ്വസിക്കുന്നത്, മോഹൻലാൽ വിശ്വസിക്കുന്നത്, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ല ഇവിടെ ജയിക്കുന്നത്. എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവൻ വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കലാകാരന്മാർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. മമ്മൂട്ടിയോ മോഹൻലാലോ ആരോ നിൽക്കട്ടെ, അവരൊരു കലാകാരനായതുകൊണ്ട് ജനം അവർക്ക് വോട്ട് ചെയ്യും. അല്ലാതെ എങ്ങനെ സുരേഷ് ഗോപി ജയിക്കുമോ? ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരന്. അല്ല മാഷേ, അറിയാൻ വയ്യാത്തോട് ചോദിക്കുക, കൊല്ലത്ത് 8 നിലയിലല്ലേ നമ്മുടെ മുകേഷ് ഏട്ടനും പിന്നെ കൃഷ്ണകുമാർ ജിയും ഒക്കെ പൊട്ടിയത്? അവരും കലാകാരന്മാർ തന്നെ അല്ലായിരുന്നു. അതുകൊണ്ട് ഇതിവിടെ വേണ്ട. പറയുന്ന കൂട്ടത്തിൽ മുരളീധരന്റെ തോൽവിയെപ്പറ്റി ചോദിച്ചപ്പോൾ അതവിടെ കിടക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡും. ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ മൂട് പോയി ഇനി തൽക്കാലം പൊതുപ്രവർത്തനത്തിനില്ല എന്ന് പറഞ്ഞ് മുരളീധരൻ തൃശ്ശൂരിലെ വീട് വിട്ടത്. 8 മണിവരെ താമര തൃശ്ശൂർ വിരിഞ്ഞോട്ടെ, അത് കഴിഞ്ഞങ്ങ് വാടിക്കൊള്ളുമെന്ന് പറഞ്ഞ അത്ര കോൺഫിഡൻസോടെ നിന്ന മനുഷ്യനല്ലേ ഇപ്പോൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയത്. എന്തായാലും വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട് നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം റിസൾട്ട് അറിയുന്നത് വരെ മുക്കിനെ പുറത്തോട്ടെങ്ങും കണ്ടില്ല. ക്ലിഫ് ഹൗസിൽ തന്നെ കയറി കഥവും അടച്ചിരിക്കുകയായിരുന്നു എന്നാ കേട്ടത്. ഞാൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. വയനാട് വികസനം ദാഹിക്കുന്നുണ്ട്.
രാഹുൽ എന്തിനാ അവിടെ മത്സരിക്കുന്നത്? ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തെ തോൽപ്പിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോയ സുരേന്ദ്രൻജി പിന്നെ ലക്ഷക്കണക്കിന് വോട്ടിന് 8 നില പൊട്ടിയപ്പോൾ ആ വിഷമം പാടെ മറച്ചു വെച്ച് മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി സുരേഷ് ഗോപിയുടെ വിജയം കൊണ്ടാടാനായി എത്തിയതായിരുന്നു കണ്ടത്. സുരേന്ദ്രൻജിയുടെ ഭാഷയെ പറഞ്ഞ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ ഒരു തരത്തിൽ ടൂറിസ്റ്റ് വിസയിൽ വന്ന രാഹുൽജി വയനാട് തൂത്തുവാരിയല്ലേ ജയിച്ചത്. ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞ് ഭാരമുള്ള ചെമ്പും ചുമന്ന് ശൈലജ ടീച്ചറിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയ വടകരയിലെ പിള്ളേര് പിന്നെ ചെമ്പിലിരുന്നു കൊണ്ടാ ഷാഫി പറമ്പലിന്റെ വിജയം കണ്ടത് എന്നാണ് കേൾക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപേ സുരേഷ് ഗോപിയെ കളിയാക്കി തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, പിന്നല്ലേ നമ്മുടെ ഇന്ത്യ കൊടുക്കുമോ എന്ന് ചോദിച്ച നിമിഷ സജയനും കണക്കിന് തന്നെ ട്രോളുകൾ ഇരന്നു വാങ്ങുന്നുണ്ടെന്നാ കേട്ടത്. എന്തായാലും ട്രോളും പോരും കോളും ഒക്കെയായി ഇത്തവണ ഇലക്ഷൻ വളരെ കളർഫുള്ളായി തന്നെ പോകുന്നുണ്ട്. കേരളത്തിന്റെ സ്കോർ ബോർഡിൽ പുതിയൊരു കളറും ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാം, കണ്ടുമുട്ടാം പുത്തൻ വിശേഷങ്ങളുമായി.